Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 3-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 5 സബ്ജക്ട്സിന്റെയും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈ 2 സബ്ജക്ട്സിന്റെയും പാസ്റ്റ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം പേപ്പർ ആണ് ഇൻകം ടാക്സ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ലാസ്റ്റ് 3 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് M.Com-ന് നമ്മൾ ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സ് ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഈ 3 സബ്ജക്ട്സിന്റെയും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ആയിട്ട്. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ദെൻ ഇത് മാത്രമല്ല, ഇനി നമ്മുടെ ചാനലിലൂടെ ഓരോ പാർട്ടിലും ഓരോ സബ്ജക്റ്റിന്റെയും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ തേർഡ് സെമസ്റ്റർ 2022 പേപ്പറാണ് ഇൻകം ടാക്സ്. തേർഡ് സെമസ്റ്റർ M.Com ഡിഗ്രി എക്സാമിനേഷൻ ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് 2022. മാക്സിമം വെയിറ്റേജ് 30 ആണ്. നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. സോ ഫസ്റ്റ് പാർട്ടിൽ 7 ചോദ്യങ്ങൾ വരുന്നു. റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 3 കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്പർ 1 റിപ്പീറ്റ് ചോദ്യമാണ്. വാട്ട് ഈസ് ഫേസ്ലെസ് അസസ്മെന്റ്? വീണ്ടും പ്രതീക്ഷിക്കാം, നിർബന്ധമായും പഠിച്ചിരിക്കണം. ലാസ്റ്റ് 2 മൊഡ്യൂള് തിയറി ഓറിയന്റഡ് ആണ്. സോ അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമ്പർ 2 സെയിം ചാപ്റ്ററിൽ തന്നെ വാട്ട് ഈസ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്? ലാസ്റ്റ് മൊഡ്യൂളാണ്. ദെൻ വാട്ട് ഈസ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്? പ്രതീക്ഷിക്കാം വീണ്ടും. കാഷ്വൽ ഇൻകം എന്താണ്? റിപ്പീറ്റ് ചോദ്യം. ദെൻ ഫസ്റ്റ് മൊഡ്യൂളിലെ ടാക്സ് അവോയ്ഡൻസ് റിപ്പീറ്റ് ചോദ്യമാണ്. ടാക്സ് ഇവേഷനോ ടാക്സ് അവോയ്ഡൻസോ ടാക്സ് പ്ലാനിങ്ങോ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ദെൻ നോക്കിയേ, വാട്ട് ഈസ് ജൂറിസ്ഡിക്ഷണൽ അസസ്മെന്റ്? അപ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തന്നെ അസസ്മെന്റ് ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ടോപ്പിക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റിൽ നിന്ന് തന്നെ 3 2 വെയിറ്റേജ് ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ. ദെൻ നമ്പർ 7 വാട്ട് ഈസ് ട്രാൻസ്ഫേർഡ് ബാലൻസ്? ഈ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ആണ്. നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ വീണ്ടും. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് 1 വന്ന 7 ചോദ്യങ്ങൾ. മൂവിങ് ടു പാർട്ട് B. അതിൽ ആദ്യത്തെ ചോദ്യം നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. മൊഡ്യൂൾ നമ്പർ 4 എക്സ്പ്ലെയിൻ ദി പവേഴ്സ് ഓഫ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സേഷൻ. ടാക്സ് അതോറിറ്റീസിന്റെ പവേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് റൈറ്റ് നോട്ട്സ് ഓൺ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു IC നമുക്ക് സെക്ഷൻ ഡിഡക്ഷൻ അല്ല, നമുക്ക് 80C ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഡിഡക്ഷൻ 80C to 80U ഏതെങ്കിലും ഒരെണ്ണം, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 80C, അതുപോലെ തന്നെ 80G, ഇതിൽ ഏതെങ്കിലുമൊക്കെയാണ് നമ്മൾ 3 വെയിറ്റേജിന്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നത്. 80C കഴിഞ്ഞ 2021 ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2022 വന്നിട്ടുണ്ട്. അപ്പോൾ ദെൻ എക്സ്പ്ലെയിൻ ദി ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട്. സാലറിയിലുള്ളതാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ഈ 3 തിയറി ചോദ്യങ്ങളും ഈസിയാണ്, റിപ്പീറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 11. From the following information, compute tax liability of super senior citizen, keeping in view of provision of alternative minimum tax for the assessment year 2021. അപ്പോൾ എന്താണ് ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. പെൻഷൻ തന്നിട്ടുണ്ട്, റോയൽറ്റി, ദെൻ എക്സ്പെൻസസ് ഓൺ റോയൽറ്റി, ഡിപ്പോസിറ്റ് ഇൻ PPF, ദെൻ ഡൊണേഷൻ ടു പ്രൈം മിനിസ്റ്ററുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. അവിടെ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സും കൂടിയും എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്താണ്
അതിൻ്റെ കൺസെപ്റ്റിൽ നമുക്ക് അറിയുന്നതാണ്. ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് വരണ സമയത്ത് അത് എപ്പോഴാണ് വരാം? ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയണത് AMTയുടെ നെറ്റ് ഇൻകത്തിൻ്റെ അല്ല, അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഇൻകത്തിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് 2 പ്രൊവിഷൻസ് ക്ലെയിം ചെയ്യണം AMTയിലേക്ക് പോകണമെങ്കിൽ. നമ്പർ 1 എന്ന് പറയുന്നത് സെക്ഷൻ 35AD ഉണ്ട്. നമ്പർ 2 10AA, പിന്നെ 80H മുതൽ 80RRB വരെ P ഒഴിച്ച് ഏതെങ്കിലും നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യണം AMT. രണ്ടാമത് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം 20 ലക്ഷത്തിനായിട്ടും കൂടണം. അപ്പോൾ ഇതിലേതെങ്കിലും വരുമ്പോഴാണ് നമ്മൾ AMTയിലോട്ട് പോകുക. ദെൻ അത് മാത്രമല്ല കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാ? നെറ്റ് ഇൻകത്തിൻ്റെ കൂടെ ഈ പറഞ്ഞ 3 ഡിഡക്ഷനും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. അതിൻ്റെ 18% ഓർ നോർമൽ റേറ്റ് ഓഫ് ടാക്സ് ഓൾഡ് റെജീമിലുള്ളത് വിച്ച് എവർ ഈസ് ഹയർ ആണ് എടുക്കുക. അതിൻ്റെ കൂടെ 4% ടാക്സ് ലൈബിലിറ്റിയും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് ടാക്സ് ലൈബിലിറ്റിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12, വാട്ട് ഈസ് ക്ലബിംഗ് ഓഫ് ഇൻകം? നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ ദി സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദി പ്രൊവിഷൻസ് ഓഫ് ക്ലബിംഗ് ഓഫ് ഇൻകം ആർ ആപ്ലിക്കബിൾ. അപ്പോൾ ക്ലബിംഗ് ആണ് വന്നിട്ടുള്ള തിയറി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം, കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേം, ഓൾ ആർ വർക്കിംഗ് പാർട്ട്നേഴ്സ്, ദി ഫേം ഫുൾഫിൽസ് ദി കണ്ടീഷൻസ് ഓഫ് സെക്ഷൻ 184. ഇതിനെപ്പറ്റി പറയാനുള്ളത് നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, ടാക്സ് ലൈബിലിറ്റി, ഇതിലൊക്കെ നമുക്ക് ആകെ കൂടിയിട്ട് പഠിക്കാനുള്ളത് ഇൻഡിവിജ്വലും HUF ആണ്. ബട്ട് എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഇങ്ങനെ ഇടണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഇൻഡിവിജ്വൽ HUF മാത്രമാണ് 3rd സെമസ്റ്ററിലുള്ളൂ. ഇത് ശരിക്കും വരുന്നത് നെക്സ്റ്റ് സെമസ്റ്ററിലാണ്, 4th സെമസ്റ്ററിൽ വരുന്ന കാര്യമാണ് ഈ പറഞ്ഞ പാർട്ട്ണർഷിപ്പിൻ്റെ ഫേമിൻ്റെ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവരിത് ഇങ്ങനെ എടുത്തിടണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അത് പറയാനുള്ളതാണ്. ഇൻഡിവിജ്വലും HUF മാത്രമാണ് നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ബട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്? അസസ്മെന്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ആക്സിലറേറ്റഡ് അസസ്മെന്റ്, എക്സ്പ്ലെയിൻ ദി സിറ്റുവേഷൻ ഇൻ വിച്ച് ആക്സിലറേറ്റഡ് അസസ്മെന്റ് ഈസ് ആപ്ലിക്കബിൾ. അപ്പോൾ എന്താണ് പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പാർട്ട് സിയിലോട്ട് പോണ സമയത്ത് ഫസ്റ്റ് ചോദ്യം വാട്ട് ഈസ് അസസ്മെന്റ്, ഡീറ്റെയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അസസ്മെന്റിന്റെ പാർട്ട് എയിൽ 3 ചോദ്യങ്ങൾ വന്നു, പാർട്ട് ബിയിൽ വന്നു, പാർട്ട് സിയിൽ SCM വന്നു. അപ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് essay എക്സ്പ്ലെയിൻ ദി പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റി, പാർട്ട് ബിയിൽ വന്നാണ് CBDT. വീണ്ടും ഇവിടെ മൊഡ്യൂൾ നമ്പർ 4 ആണ്. അപ്പം മൊഡ്യൂൾ നമ്പർ 4ഉം 5ഉം പക്കയായിട്ട് പഠിച്ചിരിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാനാണ്. അവിടെയും പറയാനുള്ള ഒരു കാര്യം, ഇത് ആക്ച്വലി നമുക്ക് 4th സെമസ്റ്ററിലാണ് കമ്പനിയുടെ, ബട്ട് ഇവിടെ നമുക്ക് 3rd സെമസ്റ്ററിൽ ഈ ചോദ്യം ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു പ്രശ്നം. അവർ ചിലപ്പോൾ പലപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അങ്ങോട്ട് ശ്രദ്ധിക്കാണ്ടിടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് 3rd സെമസ്റ്ററിൽ പഠിക്കാനില്ല. കമ്പനിയുടെ ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കാൻ നമുക്ക് പഠിക്കാനില്ല. അത് നമുക്ക് 4th സെമസ്റ്ററിലാണ് പഠിക്കാനുള്ളത്. 3rd സെമസ്റ്ററിലെ ഇൻഡിവിജ്വലും HUF മാത്രമാണ്. ബട്ട് അങ്ങനത്തെ ഒരു ചോദ്യം അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഡൊമസ്റ്റിക് കമ്പനിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്രാവശ്യം ആ ഒരു തെറ്റുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2 ചോദ്യങ്ങൾ അപ്പോൾ 4th-ലുള്ളതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18 നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് PGBP-യിൽ നിന്നുള്ള ഒരു ചോദ്യം. ഇവിടെ എന്താണ് ഇൻകം ഫ്രം ബിസിനസ് കമ്പ്യൂട്ട് ചെയ്യുക, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇത് നമുക്ക് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ ഒന്ന് ചോദ്യം ചെറുതാക്കി വെക്കാം. ഇതാണ് P&L അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ. ആ കൂടിയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, അതർ ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്താ, 2 ചോദ്യങ്ങൾ, SAയിൽ ഒരെണ്ണം പാർട്ട് ബിയിൽ വന്നത് നമുക്ക് 4th സെമസ്റ്ററിലുള്ള ചോദ്യങ്ങളാണ്. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും കൂടുതൽ വരുന്നത് ഏതൊക്കെ ഏരിയ എന്നാണ്. ഇനി 2021 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന പാറ്റേൺ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, 2021 ഓക്കെ, ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് എയില് വാട്ട് ഈസ് ബിലേറ്റഡ് റിട്ടേൺ? റിപ്പീറ്റ് ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ബിലേറ്റഡ് റിട്ടേൺ. ദെൻ റിട്ടേണിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഹു ഈസ് അസസ് ഇൻ ഡിഫോൾട്ട്? റിപ്പീറ്റ് ചോദ്യം. ബ്ലോക്ക് ഓഫ് അസറ്റ് എന്താണ്? അല്ലെ, സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്ന എല്ലാത്തിനും കൂടി ഒറ്റ ബ്ലോക്കിലാക്കാണ്. ഇതിനാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്, PGBP. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്? റിപ്പീറ്റ് ചോദ്യം. ടാക്സ് ഇവേഷൻ, നേരത്തെ അവോയ്ഡൻസ്, ടാക്സ് ഇവേഷൻ, ടാക്സ് പ്ലാനിങ് ചോദിക്കാം. ദെൻ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്താണ്? ഫേസ്ലെസ് അസസ്മെന്റ് എന്താണ്? 2022 ചോദിച്ചിട്ടാണ്. അപ്പോൾ റിപ്പീറ്റ് ചോദ്യങ്ങളാണ്, ഇതൊക്കെ പഠിച്ചിരിക്കണം. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം 2021 ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ചോദ്യങ്ങൾ. പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് റിട്ടേൺ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയേഴ്സ് ഫോർ ഫൈലിംഗ് ഓഫ് IT റിട്ടേൺ. വീണ്ടും പ്രതീക്ഷിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. റൈറ്റ് നോട്ട്സ് ഓൺ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C തന്നെയാണ് നേരത്തെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പവേഴ്സ് ഓഫ് CBDT 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു, നിർബന്ധമായും പഠിച്ചിരിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെർട്ടിക്കുലേഴ്സ് ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് അസസ്മെന്റ് ഇയർ 2021 തന്നിരിക്കുന്നു. നമ്മുടെ അടുത്ത് കമ്പ്യൂട്ട് ഹിസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഈസി ചോദ്യം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. HP പ്രോബ്ലം ആണ്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സാലറി കമ്പ്യൂട്ടേഷൻ ആണ്. കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം ഫ്രം സാലറി. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, ഒരു പ്രശ്നമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 12 ബേസിക് പേ, DP, ഡിയർനെസ് അലവൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അലവൻസ്, ഡിഡക്ഷൻ, വേറെ ഒരു പ്രശ്നമില്ലാത്തൊരു ചോദ്യമാണ് കേട്ടോ. നോക്കൂ, ടാക്സബിൾ ഇൻകം ഫ്രം സാലറി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ HP-യിൽ നിന്നൊരു പ്രോബ്ലം, സാലറിയിൽ നിന്നൊരു പ്രോബ്ലം. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇൻ വാട്ട് സർക്കംസ്റ്റാൻസസ് ഈസ് ദി ഇൻകം ഓഫ് വൺ പേഴ്സൺ ട്രീറ്റഡ് ആസ് ദി ഇൻകം ഓഫ് അനദർ പേഴ്സൺ? മറ്റൊരു തിയറി ചോദ്യം. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് HUF-ന്റെ ടാക്സ് ലയബിലിറ്റി. അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ടോട്ടൽ ഇൻകം, അത് ഈസി അല്ലേ? HUF എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലും HUF-ഉം തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല, വളരെ ഈസിയാണ്, സിമിലർ ആണ് ട്രീറ്റ്മെന്റ് ഒക്കെ കേട്ടോ. ഇതാണ് പാർട്ട് ബിയിൽ. അപ്പോൾ പാർട്ട് ബിയിൽ വന്നുള്ള റിപ്പീറ്റ് ചോദ്യങ്ങൾ മനസ്സിലായി ഇരിക്കുന്നു. സാലറി ഒന്നും, HP ഒന്നും, ബാക്കി 4th മൊഡ്യൂളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ള. 5th മൊഡ്യൂളിലത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പ്രോബ്ലം വന്നിരിക്കുന്നത് ഇതാണ്. വളരെ കംഫർട്ടബിൾ ആണ് പാർട്ട് ബി. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 22-ലാണ് 2 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കമ്പനിയുടെ. അത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു തെറ്റ് ഇട്ടെന്നറിയില്ല, കമ്പനിയും ഫേമും. ആ 4th സെമസ്റ്ററിലത്തെയാണ് ശരിക്കും പറഞ്ഞ ആ ചോദ്യങ്ങൾ. നമുക്ക് ഇൻഡിവിജ്വലും HUF മാത്രമേ ഉള്ളൂ 3rd കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ SAQ, വാട്ട് ഈസ് ടാക്സ് പ്ലാനിങ്? എക്സ്പ്ലെയിൻ ദി നീഡ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ടാക്സ് പ്ലാനിങ്. റിപ്പീറ്റ് ചോദ്യം, നിർബന്ധമായും പഠിച്ചിരിക്കണം. വാട്ട് ഈസ് റിട്ടേൺ? എക്സ്പ്ലെയിൻ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ. നിർബന്ധമായും പഠിച്ചിരിക്കണം, വീണ്ടും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു SAQ പ്രതീക്ഷിക്കാം ഇൻഡിവിജ്വലിനെ കേട്ടോ. ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, ഇൻഡിവിജ്വലിന്റെ ടാക്സ് ലയബിലിറ്റി കാണാൻ. ഇതാണ് ക്വസ്റ്റ്യൻ, ഒരു പ്രശ്നവും കേട്ടോ, വളരെ ഈസി. കുറച്ച് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. ഓക്കെ, ടാക്സ് ലയബിലിറ്റി കാണാൻ. നെക്സ്റ്റ് ആസ് യൂഷ്വൽ PGBP. കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ചോദ്യം സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള PGBP കണ്ടോ, സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിനല്ലേ 2022 കണ്ടേ. അപ്പോൾ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. PGBP നിർബന്ധമായും പഠിച്ചിരിക്കണം, റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് 2021. ഇനി അതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് 2020 പേപ്പർ കേട്ടോ. സോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാഷ്വൽ ഇൻകം? റിപ്പീറ്റ് ചോദ്യം. ഡീംഡ് അസസി, റിപ്പീറ്റ് ചോദ്യം. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റിപ്പീറ്റ്. ആനുവൽ വാല്യൂ എന്താണ്? ടാക്സ് പ്ലാനിങ് എന്താണ്? അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്താണ്? റെഗുലർ അസസ്മെന്റ് എന്താണ്? ഇപ്പോൾ ഇതാണ് 7 ചോദ്യങ്ങൾ വന്നിട്ടുള്ള. ഒക്കെ എന്താണ്, ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, ഇല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി നീഡ് ഫോർ ടാക്സ് പ്ലാനിങ്. ടാക്സ് പ്ലാനിങ് തന്നെ വീണ്ടും വന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് പ്ലാനിങ് ആൻഡ് ടാക്സ് ഇവേഷൻ ഒക്കെ ഫസ്റ്റ് ചാപ്റ്റർ. പവേഴ്സ് ഓഫ് CBDT
റിപ്പീറ്റ് 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് CBDT-യുടെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് HUF-ന്റെ ടോട്ടൽ ഇൻകം അതിൻ്റെ അസസ്മെന്റ് കേട്ടോ. അത് ഞാൻ പറഞ്ഞു, ഈ പറയുന്ന സെയിം ട്രീറ്റ്മെന്റ് ആണ്. ആരുടെ ട്രീറ്റ്മെന്റ്? ഇൻഡിവിജ്വലിന്റെ. ഒരു പ്രശ്നവുമില്ല, ഇൻഡിവിജ്വലിന്റെ അതേ ട്രീറ്റ്മെന്റ് ആണ്, ഒരു പാട് പറയാനില്ല. ദെൻ നെക്സ്റ്റ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ പ്രോബ്ലം കേട്ടോ. ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. റെസിഡന്റ്, നോട്ട് ഓർഡിനറി, നോൺ റെസിഡന്റ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ അല്ല, ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ്. ഓക്കെ, വളരെ ഈസിയാണ് കേട്ടോ ഇൻസിഡൻസ് ഓഫ് ടാക്സ്, ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ നെക്സ്റ്റ് particulars of income for the previous year ended. നമുക്ക് സാലറി ആണ് തോന്നുന്നുണ്ട്. സാലറി, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി ചോദിച്ചിരിക്കുന്നു. അപ്പോൾ സാലറി 2 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് 3 വെയിറ്റേജ് കേട്ടോ. വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 14, കമ്പ്യൂട്ട് ടാക്സ് പേബിൾ ബൈ ഇൻഡിവിജ്വൽ ഫോർ ദി അസസ്മെന്റ് ഇയർ തന്നിരിക്കുന്നു. വളരെ ഈസി ചോദ്യം, 3 വെയിറ്റേജിൻ്റെ. ഓക്കെ, ഇത്രയുള്ള ഐറ്റംസ് ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. ഇനി സെക്ഷൻ C നോക്കിയേ, പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റി. ലാസ്റ്റ് 3 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും പോകുമ്പോൾ നമുക്ക് ഈ 2 മൊഡ്യൂൾ നമ്പർ 4ഉം 5 ഈ 2 ചാപ്റ്ററിലത്തെ എസ്സേകളാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് തിയറി ആയിട്ട്. പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, അസസ്മെന്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ? അപ്പൊ ഈ ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി എസ്സേ വന്നുള്ളത് ഇൻഡിവിജ്വലിന്റെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഒരു പ്രശ്നവുമില്ല. ടോട്ടൽ ഇൻകം മാത്രമാണോ ഉള്ളത്? ടോട്ടൽ ഇൻകം മാത്രമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, കമ്പ്യൂട്ടർ ഫോർ ദി അസസ്മെന്റ് ഇയർ. വളരെ ഈസി ചോദ്യം. ഇനി പിന്നെ ചോദിച്ചിട്ടുള്ളത് സാലറി ആണ് കേട്ടോ എസ്സേ വന്നിട്ടുള്ളത്. ഓക്കെ, അതും പ്രശ്നമില്ലാത്തൊരു ചോദ്യമാണ്. PGBP അല്ല, ഇവിടെ സാലറി തന്നെയാണ് വന്നിട്ടുള്ളത്. സാലറി ഇപ്പോൾ 3 വെയിറ്റേജിൻ്റെ കിട്ടും അവർ, അതുപോലെ തന്നെ എസ്സേക്ക് കിട്ടും കേട്ടോ. ഇതാണ് ചോദ്യം, സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് 2019 2020. അപ്പോൾ 2020, 2021, 2022 ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കണ്ടു. അപ്പോൾ ഈ 3 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകോടി വന്നുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ഇല്ലാത്ത 4th സെമസ്റ്ററിലുള്ള കമ്പനിയും ഫേമിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ റിപ്പീറ്റ് ആണ്. മൊഡ്യൂൾ നമ്പർ 4, 5 അതിൽ നിന്ന് ഒരുപാട് തിയറി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ സാലറി HP-യിൽ നിന്ന് റിപ്പീറ്റ് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ടാക്സ് ലൈബിലിറ്റിയുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചാപ്റ്ററിനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഹൈ മാർക്സിലോട്ട് പോകാൻ സാധിക്കും, അതുപോലെ തന്നെ പാസ്സാകാൻ സാധിക്കും ലാസ്റ്റ് മൊമെൻറ്റിൽ എന്നൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഉറപ്പായും വരുന്ന ഓരോ പാർട്ടിലുള്ള വീഡിയോസ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിച്ച് 3 പ്രോബ്ലം പേപ്പേഴ്സ് 3rd സെമസ്റ്ററിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്ത് പെട്ടെന്ന് തന്നെ പഠിച്ച് പാസ്സാകാൻ സാധിക്കും, നല്ല മാർക്കിലോട്ട് പോകാൻ സാധിക്കും കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ക്ലാസ്സസ് കിട്ടും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.